നമസ്കാരം. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കാൻ കോൺഗ്രസ് റാലിയിലേക്ക് പണം നൽകി ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മൊബൈൽ ആപ്പിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യം രാഷ്ട്രീയ വിവാദമാകുന്നു. അവിദഗ്ധ തൊഴിലാളികളെ വിതരണം ചെയ്യുന്ന ഹൈറെയർ എന്ന ആപ്പിലാണ് കോൺഗ്രസ് റാലിയിൽ പങ്കെടുക്കാൻ ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരസ്യം പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇത് തന്നെയും കോൺഗ്രസിനെയും അപകീർത്തിപ്പെടുത്താൻ ഇടതുപക്ഷം മെനഞ്ഞെടുത്ത നീചമായ ഗൂഢാലോചനയാണെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന ഭയത്താലാണ് LDF ഇത്തരം ചീപ്പ് കളികൾക്ക് മുതിരുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വൈകുന്നേരം നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ 20 പേരെയാണ് ആപ്പ് വഴി ആവശ്യപ്പെട്ടത്. വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ റാലിയിൽ സജീവമായിരിക്കാൻ ഒരാൾക്ക് 511 രൂപയും ഭക്ഷണവുമാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തത്. റാലി നടക്കുന്ന കൃത്യസ്ഥലം പിന്നീട് അറിയിക്കാം എന്നായിരുന്നു സന്ദേശത്തിലുണ്ടായിരുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ ആപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ സന്ദേശം പ്രചരിച്ചതോടെയാണ് സംഭവം വിവാദമായത്. രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയായപ്പോൾ അധികൃതർ ഉടൻ തന്നെ പരസ്യം പിൻവലിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പരിപാടികൾക്ക് ആളെ വാടകയ്ക്കെടുക്കേണ്ട ഗതികേട് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. താൻ വട്ടിയൂർക്കാവിൽ മുൻപ് 2 തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചയാളാണെന്നും ജനപിന്തുണ തനിക്കൊപ്പമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ഉറപ്പായതോടെ CPM കേന്ദ്രങ്ങൾ പടച്ചുവിട്ട വ്യാജ വാർത്തയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ റാലിയിൽ പങ്കെടുക്കുമ്പോൾ അനാവശ്യ വിവാദങ്ങളുണ്ടാക്കി പൊതുജനമധ്യത്തിൽ പാർട്ടിയെ മോശമാക്കാനാണ് ഇടത് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. സംഭവം രാഷ്ട്രീയ വിവാദമായതോടെ വിശദീകരണവുമായി ആപ്പ് അഡ്മിനും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത്തരമൊരു പരസ്യത്തെക്കുറിച്ച് തങ്ങൾക്ക് അറിവില്ല എന്നാണ് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക പ്രതികരണം. ആർക്കും ഏത് പേരിലും പരസ്യം നൽകാമെന്ന ആപ്പിന്റെ പഴുതുകൾ ഉപയോഗിച്ച് കോൺഗ്രസിന്റെ പേരിൽ ആരോ മനഃപൂർവ്വം വ്യാജ സന്ദേശം ചമച്ചതാണെന്നാണ് പാർട്ടിയുടെ നിഗമനം. തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ പോരാട്ടം മുറുകുന്നതിന്റെ സൂചനയാണ് ഈ ആപ്പ് വിവാദം. സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ കണ്ണും കാതും ഇപ്പോൾ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലേക്കാണ്. മുൻപ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച 2 പ്രമുഖർ നേരിട്ട് ഏറ്റുമുട്ടുന്നെന്ന പ്രത്യേകതയോടെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വട്ടിയൂർക്കാവിൽ കളമുറുകുന്നത്. കോൺഗ്രസ് കരുത്തൻ കെ മുരളീധരനും CPMലെ ജനപ്രിയ നേതാവ് VK പ്രശാന്തും ആദ്യമായി മുഖാമുഖം പോരാടുമ്പോൾ മുൻ DGP R ശ്രീലേഖയെ BJP കളത്തിലിറക്കിയതോടെ പോരാട്ടം പ്രവചനാതീതമായ ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങി. വിജയം ആർക്കൊപ്പമെന്ന് ഉറപ്പിക്കാനാവാത്ത സാഹചര്യത്തിൽ മുന്നണികൾ പരസ്പരം ഡീൽ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രചരണം കൊഴിപ്പിക്കുകയാണ്. മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 3 മുന്നണികൾക്കും ഇവിടെ വിജയപ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 2011 മണ്ഡലം നിലവിൽ വന്നപ്പോൾ കെ മുരളീധരൻ ചെറിയാൻ ഫിലിപ്പിനെ 16,167 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് തുടക്കമിട്ടത്. 2016 BJPയുടെ കുമ്മനം രാജശേഖരനെ 7,622 വോട്ടിന് മറികടന്ന് മുരളി വിജയം ആവർത്തിച്ചു. എന്നാൽ മുരളീധരൻ ലോക്സഭയിലേക്ക് പോയതോടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് മണ്ഡലം LDFനായി പിടിച്ചെടുത്തു. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ 21,515 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തോടെ പ്രശാന്ത് വിജയം ആവർത്തിച്ചപ്പോൾ UDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. അതേസമയം BJPക്ക് വലിയ വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. എന്തായാലും 3 മുന്നണികളും വലിയ പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്.